എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ LBSൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 5 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ടൈം വരുന്നത്. കഴിഞ്ഞ ദിവസം കുറേ കുട്ടികൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ പരിഹരിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവർക്കും ലോഗിൻ ചെയ്തു. നിങ്ങൾ ഇപ്പോൾ റിമാർക്സ് അല്ലെങ്കിൽ കറക്ഷൻസ് ഒന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ എടുത്ത് അതിൻ്റെ താഴെ കാണുന്ന കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഇന്ന് 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെയാണോ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്ന്. അപ്പോൾ നാളെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ LBS റിമൂവ് ചെയ്തിട്ടുണ്ട്. പുതിയ ഷെഡ്യൂൾ അവർ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. കാരണം നമുക്കിപ്പോൾ LBS മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നഴ്സിങ്ങിനാണെങ്കിലും പാരാമെഡിക്കലിലാണെങ്കിലും ഒരു അലോട്ട്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി ഒരുപാട് അലോട്ട്മെൻറ്റ്സ്, അതായത് PNC മാക്ക്, നഴ്സിങ്ങിലേക്ക് PNC മാക്ക്, അതേപോലെ തന്നെ AMCS FNCK ഇങ്ങനെയുള്ള അസോസിയേഷൻ അലോട്ട്മെൻറ്റ്സ് ഒക്കെ ഇതുവരെ ഏറ്റവും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ LBSൻ്റെ കാര്യമാണെങ്കിൽ തന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഈ കോളേജസിനുള്ള പെർമിഷൻ ലഭിച്ചാൽ മാത്രമാണ് LBSലും ഈ കോളേജുകൾക്കൊക്കെ അലോട്ട്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും ഇതുവരെയായിട്ട് LBSൻ്റെ സൈഡിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റും അതേപോലെ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ഡിലേ ആവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇനി മറ്റുള്ള ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ നിങ്ങൾക്കറിയാം, നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ നമുക്ക് ആപ്ലിക്കേഷനെല്ലാം വിളിച്ചിട്ടുള്ളത് LBSൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ അതെല്ലാവരും എന്ത് ചെയ്യരുത്, നമുക്ക് LBS തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ ബാക്കിയുള്ള കോളേജസിൽ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അഡ്മിഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ അന്വേഷിക്കണം. കാരണം നമുക്കിപ്പോൾ ജൂലൈ ആയി, നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ്, അപ്പോൾ ഈ സമയത്തൊക്കെ റാങ്ക് ലിസ്റ്റും അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവിയാണ് നിങ്ങൾക്കൊരു വർഷം നഷ്ടമാവും. ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, നെക്സ്റ്റ് മന്തോടുകൂടെ അവിടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ LBS മാത്രം വെയിറ്റ് ചെയ്ത്, നിങ്ങൾ കേരളം മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും സീറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളൊക്കെ അന്വേഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി റാങ്ക് ലിസ്റ്റും അതേപോലെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം വരാൻ കുറച്ച് ഡിലേ വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികൾ കൊടുക്കുക. പിന്നെ ഇനി വരുന്ന അലോട്ട്മെൻറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും ലൈവായിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ നാളെ എന്തായാലും റാങ്ക് ലിസ്റ്റ് വരില്ല. അതിൻ്റെ അപ്ഡേറ്റ്സും അതിൻ്റെ ഷെഡ്യൂളൊക്കെ പുതിയ അപ്ഡേഷൻ വരാനുണ്ട്. ആ സമയത്ത് എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ.